ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഇൻസ്റ്റൻറ്റ് സ്നാക്ക് റെസിപ്പിയാണ്. അതായത് റവ ഫ്രൈസ്, എനിക്ക് പൊട്ടാറ്റോ റവ ഫ്രൈസ് ആണ്. അപ്പോൾ ഇതിനധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, മെയിനായിട്ട് പൊട്ടാറ്റോ മാത്രം മതി. ബാക്കിയൊക്കെ നമ്മളുടെ വീടുകളിൽ എപ്പോഴും ഉണ്ടാകുന്ന ചേരുവകൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1 കപ്പോളം റവ എടുക്കാം. റവ അല്ലെങ്കിൽ 1 കപ്പ് സെമോലീന എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി അല്ലെങ്കിൽ റൈസ് ഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഒരു 2 ടേബിൾ സ്പൂണോളം മൈദ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ആഡ് ചെയ്യുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. അതൊരു 1/2 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചില്ലി പൗഡർ അല്ലെങ്കിൽ ചില്ലി പേസ്റ്റ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം സോൾട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു നുള്ള് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ തയ്യാറാക്കുന്നത് ഇതിലേക്കുള്ള ബാറ്ററാണ്. ബാറ്റർ തയ്യാറാക്കാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് പൊട്ടാറ്റോ ആണ്. അപ്പോൾ ഇത് ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള പൊട്ടാറ്റോ ആണ്. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ ഉള്ള പോലെ പൊട്ടാറ്റോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം നീളത്തിൽ. അതിന് ശേഷം നമുക്ക് ആ മാവിൽ ഇത് മുക്കിയെടുക്കാം. പൊട്ടാറ്റോ ഞാൻ നേരത്തെ തന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ആഡ് ചെയ്തിട്ടൊന്ന് ബോയിൽ ചെയ്തെടുത്തിരുന്നു. ഹാഫ് കുക്ക്ഡ് ആണ്, ഓവർ കുക്ക് ചെയ്യരുത്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഓരോ സ്റ്റിക്കും ഇതുപോലെ മാവിൽ മുക്കിയിട്ട് ഇതുപോലെ പൊരിച്ചെടുക്കണം. ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഓരോന്ന് നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ നല്ല ക്രഞ്ചി ആവും. നന്നായി ഫ്രൈ ആയി വന്നത് നമുക്ക് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇനി നമുക്കിത് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്രഞ്ചി ആയിട്ടുള്ള പൊട്ടാറ്റോ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്, അല്ലെങ്കിൽ റവ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആൻഡ് ക്രഞ്ചിയാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കിതൊരു സോസിലൊക്കെ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റിയാണ്. വീട്ടിലുണ്ടാവുന്ന സിമ്പിൾ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. ഇതുപോലെ കൂടുതൽ റെസിപ്പീസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. താങ്ക്